അർജുൻ, ഇപ്പോഴും ഡ്രോണുകൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്നാണോ, അതോ ഈ പൂർണ്ണമായും എല്ലാ ഡ്രോണുകളെയും വീഴ്ത്തിക്കഴിഞ്ഞോ? നിലവിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ, അതായത് ഇപ്പോഴും ഡ്രോണുകൾ കൂടുതലായി ജമ്മു മേഖലയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതല്ലെങ്കിൽ ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ട് എത്തിയ ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത്. ഏകദേശം 50ഓളം ഡ്രോണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ജമ്മുവിലെ പ്രദേശവാസികൾ, ജമ്മുവിൽ തന്നെ താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതായത് ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ട് വൻതോതിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ വന്നു. ആ ഡ്രോണുകൾ കൃത്യമായി ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇടപെട്ട് വെടിവെച്ച് വീഴ്ത്താൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കൂടുതൽ ഡ്രോണുകളെ സംബന്ധിച്ചതിലും ഇതുവരെ നിലവിൽ റിപ്പോർട്ടുകൾ എത്തിയിട്ടില്ല. ഏകദേശം 20-30 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ ജമ്മു വിമാനത്താവളത്തെ കേന്ദ്രീകരിച്ച് ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ തോതിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ വന്നത്. അതെല്ലാം തന്നെ തക്കതായിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വെടിവെച്ചിടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഡ്രോണുകളുടെ കാര്യത്തിൽ എണ്ണത്തിനടക്കം ഒരു ആധികാരികമായിട്ടുള്ള വിവരം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കൂടുതൽ ഡ്രോണുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം നമുക്ക് ഒരു വിശദീകരണം ലഭിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട് ആണ്, അതുപോലെ തന്നെ പഞ്ചാബിലെ ഗുരുദാസ്പൂരിലും ബ്ലാക്ക് ഔട്ട് ആണ്. ഇന്ത്യൻ നഗരങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നു. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട് ആണ്. ജമ്മുവിലേക്ക് ഡ്രോണുകൾ എത്തി. ഗുരുദാസ്പൂരിലും ബ്ലാക്ക് ഔട്ട് ആണ്. എല്ലാ വെളിച്ചങ്ങളും എല്ലാ വിളക്കുകളും അണച്ചിരിക്കുന്നു. ജമ്മു വിമാനത്താവളം ഭീകരർ പാകിസ്ഥാൻ ലക്ഷ്യമാക്കിയിരിക്കുന്നു. എന്നാൽ ഇതിനോടകം തന്നെ ഈ ഡ്രോണുകളെ ന്യൂട്രലൈസ് ചെയ്തതായാണ് ലഭ്യമാകുന്ന വിവരം.